ഹലോ എവരി വൺ, വെൽക്കം ടു ജെഎസ് എഡ്യൂക്കേഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അധികമൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു വീഡിയോയിൽ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. കാരണം നമ്മുടെ ചാപ്റ്ററിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബാരിഷേം ആനേമേം ഡെഡ് മഹീന ബാക്കിദാം. മഴ വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ലേക്കിൻ എന്നാൽ യഹ് ബാരിഷോം സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ദാ. ഇത് മഴക്കാലത്തിൻ്റെ മുമ്പേ ഉള്ള ഒരു മഴക്കാലമാണെന്ത് ഈ ദിവസം. മഴക്കാലത്തിന് മുമ്പുള്ളൊരു ദിവസമാണ് ഇത്. ആസ്മാൻ മേ ഗഡായം കിരീതി എന്ന് പറഞ്ഞാൽ ആകാശത്തെ മേഘങ്ങൾ ഇരുണ്ട് കൂടിയിരിക്കുന്നു. ധൂൽബരി തേസ് ഹവായേം ചൽ രഹീതി. പൊടി നിറഞ്ഞ കാറ്റ് വേഗത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നു. പാനി ബരസ് രഹാദ. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താണ് കഥാകൃത്ത് നമ്മോട് പറയാൻ ഉദ്ദേശിച്ചെന്നറിയോ? അതായത് നമ്മുടെ ബേലയുടെയും സാഹിലിൻ്റെയും ആ ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ. അവർ മഴയ്ക്ക് മുമ്പേ തന്നെ കരഞ്ഞ് അവർ വെള്ളം, അതായത് കണ്ണുനീരിങ്ങനെ പൊഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരിങ്ങനെ ധാരധാരായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കഥാകൃത്ത് പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ മഴ പെയ്യുന്നതും അതേപോലെ കാറ്റ് വേഗത്തിൽ വീശുന്നതും പിന്നെ മേഘങ്ങളുടെ ഇടിമുഴക്കൊക്കെ അവരുടെ മനസ്സിലെ സംഘർഷാവസ്ഥ അല്ലേ. ഇനി കാണാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഫുലേര കസ്ബെ കി ബാദൽ ചായി ഏക് ഗലി മേം പാഞ്ച്വീം സെ ചട്ടി മേം ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. ഇവിടെ ഫുലേര അങ്ങാടിയിലെ ബാദൽ, അതായത് മേഘങ്ങൾ വ്യാപിച്ച തെരുവിലൂടെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഒരു പെൺകുട്ടി നടന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കെ ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധ് തേ. അവളുടെ ആ ചാര നിറത്തിലുള്ള മുടിയിൽ ബീർ ബഹൂട്ടിയോം കെ രംഗ്, അതായത് ബീർ ബഹൂട്ടിയുടെ നിറത്തിലുള്ള ലാൽ റിബൺ സെ ബന്ധ് തേ, ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से चढ़ी में गया एक 11 साल का लड़का जा रहा था. എതിർ സൈഡിലൂടെ ഒരു തെരുവിലൂടെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഒരു 11കാരൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്കി പിണ്ടലി മേ ബീർ ബഹൂട്ടി കെ രംഗ് കാസ ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിഷാൻ താ. ഇസ്കി പിണ്ടലിമേൻ, അവൻ്റെ ആ മുട്ടിൽ ബീർ ബഹൂട്ടി കെ രംഗ് കാസ, അതായത് ബീർ ബഹൂട്ടിയുടെ നിറത്തിലുള്ള ഇതുപോലെ തന്നെ ഏക് ഇഞ്ച് ലംബ ചോട്ട്, 1 ഇഞ്ച് നീളത്തിൽ മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ഇവിടെ ബേലക്കും സാഹിലിനും മനസ്സിലായി നമ്മൾ പിരിയേണ്ടവരാണെന്നും നമ്മുടെ 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണെന്നൊക്കെയുള്ള ബോധ്യം അവർക്ക് തന്നെ ഉണ്ടായ. വളരെ സങ്കടത്തോടെയാണ് പിരിയുന്നത് എങ്കിലും പിരിയണം എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. പിരിയാതെ വയ്യല്ലോ, 6ാം ക്ലാസ്സിലേക്ക് പോവണ്ടേ, അപ്പം പിരിയണം എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. അപ്പോൾ ഇവിടെ കഥാകൃത്ത്, അതായത് ബേലയുടെ സാഹിലിൻ്റെയും ആനന്ദകരമായ നിമിഷത്തിൽ അതേപോലെ ബേലയുടെ സാഹിലിൻ്റെയും ആ സങ്കടകരമായ നിമിഷത്തിൽ ബീർ ബഹൂട്ടിയാണ് പ്രതീകമാക്കിയിട്ടുള്ളത് അല്ലേ. ആ ഒരു റെഡ് കളറിനെയാണ് അവർ ആ തെരച്ചിൽ നടത്തുന്നതും ബീർ ബഹൂട്ടിയെ ആ സന്തോഷത്തിൻ്റെ നിമിഷത്തിലൊക്കെ ബീർ ബഹൂട്ടി ഉണ്ടായിരുന്നു. അതേപോലെ അവരുടെ ആ സങ്കടകരമായ നിമിഷത്തിൽ ബീർ ബഹൂട്ടിയെ പ്രതീകമായിട്ട് ഇവിടെ കഥാകൃത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ബേലയുടെ മുടിയിലുള്ള കെട്ടും അതേപോലെ സാഹിലിൻ്റെ മുട്ടിലുള്ള ആ മുറിവൊക്കെ റെഡ് കളറിലാണ്, അതായത് ബീർ ബഹൂട്ടിയുടെ നിറത്തോട് സാമ്യമുള്ള കളറാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. യഹ് ബാരിഷോം സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ദാ കഹാനി കെ പ്രസംഗ് മേ കൈസെ സാർത്ഥക് ഹോത്താ ഹെ. ഇത് മഴയ്ക്ക് മുമ്പേയുള്ള ഒരു മഴയുടെ ദിവസമായിരുന്നു. കഥാസന്ദർഭത്തിൽ ഇത് എപ്രകാരം സാർത്ഥകമാകുന്നു? ആൻസർ നോക്കുക. हमेशा एक साथ चलने वाले साहिल और बेला
आगे की पढ़ाई के लिए अलग अलग हो जाने वाले हैं. എന്താണ് അർത്ഥം? എപ്പോഴും ഒന്നിച്ചു നടന്നിരുന്ന സാഹിലും ബേലയും ഇനി അങ്ങോട്ടുള്ള പഠനം വേറെ വേറെ സ്ഥലത്താകുന്നു. इस बिछुड़न के बारे में आपस बताकर दोनों दुखी हुए और उनकी आंखें भर गई. രണ്ടുപേരും ഈ വേർപാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്നു. പിന്നെ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നു. യഹ് ലേഖക കോ ബാരിഷ് സേ പഹലെ കി ബാരിഷ് ലഗി. ഇതാണ് ലേഖകൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണം. എന്ത്? മഴയുടെ മുമ്പുള്ള മഴ എന്ന് പറയാനുണ്ടായ കാരണം ഇതാണ്. ഇനി നമുക്ക് പാഠഭാഗത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ സഹി മിലാൻ കരയും അല്ലേ? മിലാൻ കര എന്ന് പറഞ്ഞാൽ ചേരുംപടി ചേർക്കുക. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ സാഹിൽ കി ആംഖേം, അതിൻ്റെ നേരെ കൊടുത്തിട്ടത് ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദ എന്നാണ്. അതേപോലെ ചൽത്തി ബീർബഹുട്ടിയ ബീർബഹുട്ടി കി തരേലാൽ, സാഹിൽ കെ ആംസു ബീർബഹുട്ടി കാ രംഗ്, സാഹിൽ കി ചോട്ട് ബാരിഷ് കി ബൂന്ദ. ഇതൊക്കെ എന്താണ് തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് നമുക്ക് ശരിയാക്കിയെടുക്കണം അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ കിട്ടുക? നല്ല പോലെ പാഠഭാഗം വായിച്ചവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ അല്ലേ? നല്ല മനസ്സിരുത്തി കഥയൊക്കെ മനസ്സിലാക്കി വായിച്ചവർക്ക് എന്താണ് ഇത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം, എന്താണ് ഇതിൽ ശരിയെന്ന് നോക്കാം. ശരിയായതിന് നേരെ നമുക്ക് ഇത് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ വരച്ചു കൊടുക്കുക ചെയ്യാം കേട്ടോ. സാഹിൽ കി ആംഖേം ബീർ ബഹുട്ടി കി തരഹലാൽ. സാഹിലിൻ്റെ കണ്ണുകൾ എന്താണ്? ബീർ ബഹുട്ടിയെ പോലെ ചുവപ്പാണ് അല്ലേ? പിന്നെന്താണ്? ചൽത്തി ബീർ ബഹുട്ടിയാം, അതായത് ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ. സാഹിൽ കെ ആംസു ബാരിഷ് കി ബൂന്ദേ, സാഹിൽ കി ചോട്ട് ബീർ ബഹുട്ടി കാ രംഗ്. നെക്സ്റ്റ് നോക്കാം. പ്രത്യേക കി തുലന കിസ്കെ സാത്ത് കി ഗയി ഹെ ലിഖേ. ഇവ ഓരോന്നും ഏതിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ പഠിച്ചു. എന്താണ്? സാഹിൽ की लाल आँखों की तुलना बीरबहुटी से की गई है अल्ले. चलती बीरबहुटियों की तुलना गून की प्यारी प्यारी बूंदों से की गई है. साहिल के आंसुओं की तुलना बारिश की बूंदों से की गई है. साहिल की चोट के रंग की तुलना बीरबहुटी के रंग से की गई है. മനസ്സിലായല്ലോ എന്താ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനിക്ക് ഘടനാവുക്കോ സൂചിബദ്ധ കരയും. കഥയിലെ പ്രധാന സംഭവങ്ങൾ എന്താണ്? ഒന്ന് എഴുതി ചേർക്കാം. ഗീരി ജമീൻ പർ ബേല ഔർ സാഹിൽ കാ ബീർബഹുട്ടിയോं को ഖോജന. അതായത് നനഞ്ഞ മണ്ണിൽ ബേലയും സാഹിലും ബീർബഹുട്ടികളെ അന്വേഷിക്കുന്നു. നെക്സ്റ്റ് പൈൻ മേം സ്യാഹി ഭർണ. പേൻ മേം സ്യാഹി ഭർണ എന്ന് പറഞ്ഞാൽ പേനയിൽ മഷി നിറക്കുന്നു. സുരേന്ദ്രജി സ്മാർട്ട് സാബ് കാ ബേല കെ ബാലോം പർ പഞ്ചാ ഫൈസാന. അതായത് സുരേന്ദ്രജി സ്മാർട്ട് സാബ് ബേലയുടെ മുടിക്കുത്തിന് പിടിക്കുന്നു. ദീപാവലി കെ ചുട്ടി കെ ബാദ് ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്തേം ദേഖന. ദീപാവലി അവധിക്ക് ശേഷം ബേലയുടെ തലയിൽ എന്താണ്? സഫേദ് പട്ടി, അതായത് വെള്ളക്കെട്ട് ഉണ്ടാവുന്നു, ബാൻഡേജ് ഉണ്ടാവുന്നു. സാഹിൽ കി ബിണ്ടലി മേം കീൽ കാ ചുബ്ന. സാഹിലിൻ്റെ മുട്ടിൽ ആണി തറക്കുന്നു. പാഞ്ച്വി കാ റിസൾട്ട് ആന. അതായത് 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഘടനാओं के आधार पर पटकथा तैयार करें परकें आपकी रचना में. അപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഈ കഥയിൽ പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു പട്കഥ തയ്യാറാക്കാം. പട്കഥ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ TV എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പട്കഥ തയ്യാറാക്കാം എന്നുള്ളത്. എന്നാലും ഒന്നുകൂടെ നോക്കാം. പട്കഥയിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഫസ്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ദൃശ്യമാണ്. ദൃശ്യേക്ക്, ദൃശ്യതോ, ദൃശ്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു അങ്ങനെ പറയാമല്ലേ? അപ്പോൾ രംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ദൃശ്യമാണ് ആവശ്യം. പിന്നെ നമുക്ക് സ്ഥാനം ആവശ്യമുണ്ട്, സമയം ആവശ്യമുണ്ട് അല്ലേ? ഏതൊക്കെ സമയത്താണ്, രാവിലെയാണോ വൈകുന്നേരമാണോ ഈ കഥ നടക്കുന്നതെന്നുള്ള ആ ഒരു സമയം ആവശ്യമാണ്. ഇപ്പോൾ പട്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരക്കഥയാണ്. നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അധികം തിരക്കഥ തയ്യാറാക്കൽ അല്ലേ? അതേപോലെ എന്താണ് ആവശ്യമുള്ളത്?
കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങളുടെ പേര്, വയസ്സ്, അവരുടെ വേഷങ്ങൾ, എങ്ങനെയൊക്കെയാണ് നടക്കുക, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളൊരു പട്കഥയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെന്താ വേണ്ടത്? ദൃശ്യക വിവരം അല്ലേ. ദൃശ്യക വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ കഥ നടക്കുന്ന സ്ഥലത്ത്, അതായത് ബേലയും സാഹിലും ഇപ്പം നടന്നപ്പോൾ ബേല ബീർബഹുട്ടിയെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് അവരുടെ വേഷഭൂഷാദികളൊക്കെ, അതേപോലെ അവരെന്താ ചെയ്യുന്നത്, ആ ഒരു ഇതിലുള്ള വിവരണമാണ് ദൃശ്യവിവരണം. പിന്നെ സ്വാഭാവിക ഔർ പാത്രാനുകൂല സംവാദം. എന്താന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികപരമായിട്ട് അതെന്താണ്, അവരുടെ ആ കഥാപാത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള സംഭാഷണങ്ങളൊക്കെയാണെന്ത് അവിടെ പിന്നെ വേണ്ടത്. പിന്നെ അവരുടെ മുഖ അഭിനയങ്ങൾ, അതായത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം പോലെ തോന്നിക്കുന്ന ആ അഭിനയങ്ങളൊക്കെ അവിടെ വേണം. പടുക്കഥ നമുക്ക് നോക്കാം. ബീർ ബഹോട്ടെ सीन 1. कस्बे से स्कूल जाने वाले रास्ते के बगल का खेत सुबह के 9 बजे गए हैं. खेतों से भरा इलाका, दूर दूर तक खेत दिख रहे हैं. लगभग 10-11 साल के 2 बच्चे बेला और साहिल खेत की मिट्टी में कुछ खोज रहे हैं. उनके पीठ पर बसते हैं. साहिल, बेला, देखो इस बीरबहुटी का रंग तुम्हारे रिबन जैसा लाल है. स्कूल से घंटी बजने की आवाज़ आती है. साहिल घबरा कर, तुमने कुछ सुना बेला? बेला, हाँ सुना, पहली घंटी लग गई है. चलो, नहीं तो देर हो जाएगी. साहिल, लेकिन मुझे पेन में स्याही भरवानी है दुकान से. बेला, तो जल्दी चलो. खेत की ज़मीन से उठकर दोनों बच्चे स्कूल के रास्ते की ओर जाते हैं. सीन 2. गांव के स्टेशनरी की दुकान. सुबह के 10 बज गए हैं. बेला और साहिल दुकान के सामने खड़े हैं. दुकानदार उनसे कुछ बात कर रहे हैं. दुकानदार, क्या चाहिए? साहिल, इसमें स्याही भर दीजिए. दुकानदार खेद से, बेटा स्याही की बोतल अभी भी खाली हो गई है, अब तो कल ही मिल पाएंगी. बेला, लेकिन इसने तो पेन में जो स्याही दी उसे भी ज़मीन पर छिड़क दिया. दुकानदार हंसते हुए, बादल को देखकर गिड़ी को नहीं डुलाना चाहिए. अच्छा, तुम दोनों कौन सी कक्षा में पढ़ते हो? साहिल निराश होकर 5वीं में. दुकानदार दोनों. बेला खुशी के साथ, हम दोनों, और हम दोनों का सेक्शन भी एक ही है. ये. साहिल, चलो देर हो रही है. बेला, लेकिन तेरे पेन में स्याही तो नहीं है, अब क्या करेंगे? साहिल, तुम चलो मेरे साथ, मैं स्कूल जाकर किसी से मांग लूँगा. बेला, ठीक है. दोनों बच्चे स्कूल के रास्ते की ओर जाते हैं. सीन 3. फुलेरा कस्बे की एक गली से बेला और साहिल जा रहे हैं. बेला, साहिल, अब तुम कहाँ पढ़ोगे? साहिल, पहले तुम बताओ. बेला, मेरे पापा कह रहे थे कि वह मुझे राजकीय कन्या पाठशाला में पढ़ाएंगे. अब तुम बताओ. साहिल, मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा. बेला, पर क्यों साहिल? साहिल, पता नहीं क्यों. बेला, तो यानी कि अब तुम फुलेरा में नहीं रहेंगे? साहिल, नहीं, तुम्हारा रिपोर्ट कार्ड दिखाना ज़रा. बेला, यह लो, और तुम्हारा मुझे दे दो. साहिल, यह लो. दोनों एक दूसरे का रिपोर्ट कार्ड पढ़ते हैं. साहिल, तुम्हारी आंखों में आंसू क्यों आ रहे हैं बेला? बेला, मुझे क्या पता, तुम भी रो रहे हो, क्यों? साहिल, पता नहीं. बेला, अब हम कब मिलेंगे? साहिल, पता नहीं. बेला, हाँ मैं चलती हूँ. साहिल, हाँ मैं भी.
नेक्स्ट अपने किसी दोस्ती की याद पर टिप्पणी लिखें. നമുക്കിനിയൊരു टिप्पणी നോക്കാം. जब मैं प्राथमिक पाठशाला में पढ़ती थी तब मुझे रम्या नामक एक सहेली मिली थी. वह मुझे बहुत अच्छी लगती थी. हम दोनों एक साथ स्कूल जाती थी. चौथी तक हम एक ही कक्षा में पढ़ती थी. हम दोनों एक साथ खेलती थी. पांचवीं आने पर हम दोनों अलग अलग स्कूल में गई. अब मेरा उससे मिले बहुत साल ही गए. वह मुझे अभी भी याद आती है. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ അതായത് 1 മുതൽ 4 വരെയുള്ള സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് രമ്യ എന്നുള്ളൊരു കുട്ടിയെ പരിചയപ്പെട്ടിരുന്നില്ല. അതൊരു കൂട്ടുകാരിയായിരുന്നു. അപ്പോൾ അവളോടൊപ്പം കളിച്ചതും അവളോടൊപ്പം ഭക്ഷണം കഴിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെയാണ്. പിന്നെ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ എന്താണ്, വേറെ സ്കൂളിലായിപ്പോയി അല്ലേ? അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. 7ന്ന് വേറെ സ്കൂളിലാവുക, 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വേറെ സ്കൂളിലാവുക, അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ 4ാം ക്ലാസ്സിൽ നിന്ന് അവൾ വേറെ സ്കൂളിലേക്ക് പോയി, 5ാം ക്ലാസ്സിലേക്ക്. അതേപോലെ ഞാൻ വേറെ സ്കൂളിലേക്കും പോയി. പക്ഷേ അവളുടെ വീട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നതെങ്കിലും പിന്നെന്താണ് 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കാണാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവളെപ്പറ്റി ഞാൻ ഓർക്കാറുണ്ട് എന്നാണ് ഈ ഒരു ടിപ്പണിയിലൂടെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും ഫ്രണ്ട്സിനെ കുറിച്ച് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കുക. എന്നാലേ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. पढ़े 11 साल का लड़का जा रहा था. बेला के पाँव अभी भी कांप रहे हैं. स्याही की बोतल अभी खाली हो गई है. पानी की बूंदें अटकी हुई थी. वाक्यों में रेखांकित परसर्गों पर ध्यान दें. इसके अर्थ समान और रूप अलग अलग है. क्यों? चर्चा करें. ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. 11 साल का लड़का जा रहा था. 11 വയസ്സായ ഒരു ആൺകുട്ടി പോവുകയായിരുന്നു. यहाँ लड़का पुल्लिंग एकवचन है, इसलिए इसके साथ का परसर्ग का പ്രയോഗ ഹുവാ ഹെ. ഇവിടെ എന്താണ്, ലഡ്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി അല്ലേ? പുല്ലിംഗമാണ്, ഏകവചനമാണ്. ഇതുകൊണ്ട് എന്ത്, ഇസ്കെ സാത്ത് ഇതിൻ്റെ കൂടെ കാ പരസർഗ് കാ പ്രയോഗ ഹുവാ ഹെ, അതായത് കാ എന്ന പരസർഗം ചേർത്തത്. നെക്സ്റ്റ് ബേലാക്കെ പാവ് അബീബി കാമ്പ് രഹേ ഹെ. ബേലയുടെ കാല് അബീബി ഇപ്പോഴും എന്താണ്, വിറച്ചുകൊണ്ടിരിക്കുന്നു. യഹാ പാവ് पुल्लिंग बहुवचन शब्द है, इसलिए इसके साथ के परसर्ग का प्रयोग हुआ है. അപ്പോൾ ഇവിടെ എന്താണ്, പാമ്പ് എന്ന് പറഞ്ഞാൽ കാലുകൾ, അതായത് ബഹുവചനാണ്, പുല്ലിംഗുമാണ്. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്, കെ പരസർഗാണ് വേണ്ടത്. നെക്സ്റ്റ് സ്യാഹി की बोतल अभी खाली हो गई है. മഷിക്കുപ്പി ഇപ്പോൾ തീർന്നു പോയിട്ടേ ഉള്ളൂ. यहाँ बोतल शब्द स्त्रीलिंग एकवचन है, इसलिए इसके साथ की परसर्ग हुआ है. ഇവിടെ ബോത്തൽ ശബ്ദം സ്ത്രീലിംഗ് ഏകവചൻ ആയതുകൊണ്ട് ബോത്തലിന് കൂടെ കി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് पानी की बूंदें अटकी हुई थी. यहाँ बूंदें स्त्रीलिंग बहुवचन है, इसलिए की परसर्ग हुआ है. ഇവിടെ എന്താണ്, ബൂന്ദ എന്നുള്ളത് തുള്ളികളാണ് അല്ലേ? വെള്ളത്തിൻ്റെ തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു. ഇവിടെ ബൂന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീലിംഗാണ്, ബഹുവചനമാണ്. പിന്നെന്താണ്, ബൂന്ദ എന്ന് പറഞ്ഞാൽ തുള്ളികളാണ്. അപ്പം ഈ എന്താണ്, ബഹുവചനമാണ്,
സ്ത്രീലിംഗം ആയതുകൊണ്ട് അവിടെ കി എന്ന പ്രയോഗം വന്നു. പക്ഷേ അവിടെ ബഹുവചനമാണ്, പുല്ലിംഗമാണെന്നുള്ളത് ആണ് വരുന്നതെങ്കിൽ എന്താണ് വരിക? കെ എന്നുള്ള പ്രയോഗമാണ് വരിക. ഇവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കി എന്ന് വന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഈ പരസർഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എന്താണ് പരസർഗ്? പരസർഗ് उन्हें कहते हैं जो शब्दों के साथ जोड़कर अर्थपूर्ण वाक्य बनाते हैं. लिंग और वचन के अनुसार परसर्ग में परिवर्तन आते हैं. इनका अर्थ समान और रूप अलग अलग है. ഇവിടെ പരസർഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു വാക്കിനോട് കൂടെയാണോ ഇത് ചേർക്കുന്നത് ആ വാക്ക് എന്താണ് ഒരു വാക്യമായിട്ട് മാറുന്നു, അതായത് അർത്ഥപൂർണ്ണമായിട്ടുള്ള ഒരു സെൻറ്റൻസായിട്ട് മാറുന്നു. പിന്നെ ലിംഗർ വചൻ കെ അനുസാർ പരസർഗ് മേ പരിവർത്തൻ ആത്താ ഹേ. ഇവിടെ ലിംഗ് അതായത് സ്ത്രീലിംഗാണ്, പുല്ലിംഗാണ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പരസർഗിന് മാറ്റം വരുന്നു. പിന്നെ ഇൻകാ അർത്ഥ് സമാൻ ഔർ രൂപ് അലഗ് അലഗ് ഹേ. ഇതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, രൂപം എന്താണ് പല രീതിയിലാണ് അല്ലേ. ഇവിടെ നമ്മൾ കണ്ടല്ലോ ക, കെ, കി അല്ലേ, ഈ രൂപത്തിലൊക്കെ വന്നു. ബഹുവചനാണെങ്കിൽ കെ, സ്ത്രീലിംഗം ബഹുവചനം കൂടെ ആണെങ്കിൽ കി തന്നെയാണ്. അതേപോലെ പുല്ലിംഗമാണെങ്കിൽ ക, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കട്ടോ. ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ത്? പോസ്റ്റ് പൊസിഷൻ, അത് തന്നെയാണ് പരസർഗ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്തല്ലോ പരസർഗ്, അതേപോലെയുള്ള പരസർഗ് നമ്മുടെ പാഠഭാഗത്തു നിന്ന് എടുത്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പരസർഗ് യുക്ത വാക്യ കഹാനി സെ ചുൻകർ ലിഖി. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എടുത്ത് എഴുതാൻ. അപ്പോൾ ഞാൻ ആൻസർ ഞാനിവിടെ പറഞ്ഞു തരാം. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. മേഘങ്ങളുടെ തണലിൽ നനഞ്ഞ, അതായത് ഈർപ്പമുള്ള കാറ്റ് എന്താണ് അവിടേക്ക് ഇവിടേക്ക് എന്താണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പേടോं के तने अभी भी गीले थे. മരങ്ങളുടെ തടികൾ എന്താണ് ഇപ്പോഴും എന്താണ് നനവുണ്ടായിരുന്നു. മൂംഗ്ഫലി കെ ഹരെ ഗേത്തോ മേ പീലെ ഫൂൽ അഭി ഭി ഗീലെ थे. बाजरे के लंबे पतले पातों में पानी की बूंदें हड़की हुई थी. ചോളച്ചെടിയുടെ ആ നീളമുള്ള ഇലയിൽ എന്താണ് പാനിയുടെ തുള്ളികൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ, വാക്യങ്ങൾ ഇനിയും ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്തെഴുത് പരിശീലിക്കുക. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ബീർബഹുട്ടി എന്നുള്ള സ്റ്റോറി കഴിഞ്ഞു. പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലോങ് ആയത്. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും എന്താണ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.